അതിന് വേണം. അയ്യോ പാവം. அப்ப நான் போட்டேனா? അപ്പൊ നമുക്കിനി ഈ ഫാമിലെ ബാക്കി കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ഒണ്ടാരിയോയിലെ മിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫാമാണിത്. ഇത് മൊത്തത്തിൽ 165 ഏക്കറിൽ വരുന്ന ഒരു ഫാമാണ്. എറൗണ്ട് ദ ഇയർ ഇവയുടെ ഫാമിൽ ഏതൊക്കെ മാസങ്ങളിൽ എന്തൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവയുടെ വെബ്സൈറ്റിൽ ഇവർ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. ഫാമിലിയായിട്ട് ഒരു എൻറ്റയർ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് ഈ ഒരു ഫാം. 165 ഏക്കർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫാമിൽ നിന്ന് അടുത്ത ഫാമിലോട്ട് എത്താൻ വേണ്ടി തന്നെ നമ്മൾ കുറച്ച് നടക്കേണ്ടി വരും. ഇത് അവരുടെ ഗ്രേപ്പ് ഫാമാണ്. അറ്റ് ദ മൊമെന്റ് ഇതൊന്നും ഓപ്പൺ അല്ല. ഇപ്പോൾ അറ്റ് പ്രസന്റ് അവർക്കുള്ളത് സ്ട്രോബെറിയും പിന്നെ ഇത് ആസ്പെറാഗസ് പ്ലാന്റ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആസ്പെറാഗസ് പ്ലാന്റ് നേരിട്ട് കാണുന്നത്. ഇവിടെ ഉള്ളവർ റോസ്റ്റ് ചെയ്തും ഗ്രില്ല് ചെയ്തും സ്റ്റീം ചെയ്തൊക്കെ കഴിക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. കുറേ ന്യൂട്രിയൻസും ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണിത്. ആനിമൽസിന്റെ ഏരിയയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആനിമൽസിന്റെ അടുത്തേക്ക് പോകാൻ. ഫെൻസിന്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഫെൻസിന്റെ പുറത്ത് നിന്ന് അവരെ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റും. നമ്മുടെ നാട്ടിലെ ആടും കോഴിയും പന്നിയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഈ ഫാമിലി ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതലും കുട്ടികളാണ്. പിന്നെ കുട്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. കാരണം അവർക്ക് പിക്കിങ് ചെയ്യാൻ പറ്റും, പിന്നെ ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പറ്റും, പിന്നെ അവർക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഹോൾ ഡേ എൻഗേജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഈ ഫാമിലുണ്ട്. അയ്യോ അതിന് വേണം. അയ്യോ പാവം. ഞങ്ങളും ഫീഡ് ചെയ്തായിരുന്നു കേട്ടോ ആനിമൽസിനെ. നല്ല രസമല്ലേ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അവർ അടുത്ത് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫുഡ് കോർട്ടിൽ പോയായിരുന്നു. ഫുഡ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉച്ചയായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഐസ്ക്രീം ഞങ്ങളുടെ കണ്ണിപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ വെച്ചു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ നേരം നമ്മൾ നമ്മുടെ സ്ട്രോബെറി വേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റോറിൻ്റെ അകത്ത് കയറണം. ഇതിൻ്റെ അകത്ത് ഇവിടെ കുറേ പ്രോഡക്ട്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രോബെറി വേ ചെയ്തിട്ട് പുറത്തിറങ്ങാം. വേ ചെയ്യാനായിട്ടും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇറങ്ങുമ്പോൾ സൈഡിൽ ഇവിടെ തന്നെ വൈൻ ഷോപ്പ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈന് മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെയും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.